Hello, good morning. എൻ്റെ ടോപ്പിക് ചാനൽ ആക്സസ്, അതിൽ വരുന്ന മൾട്ടിപ്പിൾ ആക്സസ് ആൻഡ് റാൻഡം ആക്സസ്, പിന്നെ നെറ്റ്വർക്ക് ഡിസൈൻ. ഇതിലെ മെയിൻ കോണ്ടന്റ്സ് എന്ന് പറയുന്നത് ചാനൽ ആക്സസ്, മൾട്ടിപ്പിൾ ആക്സസ്, റാൻഡം ആക്സസ്, പിന്നെ നെറ്റ്വർക്ക് ഡിസൈൻ. നെറ്റ്വർക്ക് ഡിസൈൻ്റെ ആർക്കിടെക്ചർ ആണ് നമ്മൾ നോക്കുന്നത്. ചാനൽ ആക്സസ് എന്ന് പറയുന്നത് മൾട്ടിപ്ലക്സിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇതിൽ സെവറൽ ഡാറ്റ സ്ട്രീംസ് അല്ലെങ്കിൽ സിഗ്നൽ ഒരു സെയിം കമ്മ്യൂണിക്കേഷൻ ചാനലോ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ മീഡിയോ ഷെയർ ചെയ്യുന്നതാണ് ഈ ഒരു മെത്തേഡ്. മൾട്ടിപ്ലക്സിംഗ് ഇസ് പ്രൊവൈഡഡ് ബൈ ഫിസിക്കൽ ലെയർ. ചാനൽ ആക്സസ് മെത്തേഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ മൾട്ടിപ്പിൾ ആക്സസ് പ്രോട്ടോകോൾ ആൻഡ് കൺട്രോൾ മെക്കാനിസത്തിന്റെ ഒരു പാർട്ടായിരിക്കും. ഇതിനാണ് മീഡിയം ആക്സസ് കൺട്രോൾ എന്ന് പറയുന്നത്, അതായത് മാക്. Medium access control deals with the issues such as assigning multiplex channels to different users and avoiding collision. OSI മോഡലിലെ ഡാറ്റ ലിങ്ക് ലെയറിന്റെ ഒരു സബ് ലെയർ ആണ് മീഡിയം ആക്സസ് കൺട്രോൾ. അതേപോലെ TCP or IP മോഡലിന്റെ ലിങ്ക് ലെയറിന്റെ ഒരു കോമ്പണന്റും ആണ്. കണ്ടിന്യൂസ് ട്രാൻസ്മിഷൻ വേണ്ടി ആപ്ലിക്കേഷനിൽ നമ്മൾ ഒരു ഡെഡിക്കേറ്റഡ് ചാനൽ അലോക്കേറ്റ് ചെയ്യും. ഇങ്ങനെ ഡെഡിക്കേറ്റഡ് ചാനൽ അലോക്കേറ്റ് ചെയ്തതിലൂടെ ബാൻഡ് വിഡ്ത്ത് ഷെയർ ചെയ്യുന്നതിന് നമ്മൾ മൾട്ടിപ്പിൾ ആക്സസ് എന്ന് പറയും. വോയിസ് അല്ലെങ്കിൽ വീഡിയോ ട്രാൻസ്മിഷനിൽ നേരെ കോൺട്രാസ്റ്റ് ആയിട്ട് ഡാറ്റ ട്രാൻസ്മിഷന് ഒരു ബേസ്റ്റ് ആയിട്ടാണ് ഒക്കെ അറിയുക. അതായത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇറഗുലർ ഫോമിലായിരിക്കും ട്രാൻസ്മിഷൻ നടക്കുക. ഇങ്ങനെയുള്ള ബേസ്റ്റി ട്രാൻസ്മിഷനിൽ നമ്മൾ യൂഷ്വലായിട്ട് ഒരു റാൻഡം ചാനൽ അലോക്കേഷൻ ആണ് യൂസ് ചെയ്യുക. അതിൽ ചാനൽ ആക്സസ് ഗ്യാരണ്ടി ചെയ്യപ്പെടുന്നില്ല. Bandwidth sharing using random channel allocation is called random access. Traffic characteristics, state of current access technology and compatibility with other system. ഈ മൂന്ന് കാര്യങ്ങൾ നോക്കിയിട്ടാണ് മൾട്ടിപ്പിൾ ആക്സസ് മെത്തേഡ് ആണോ അല്ലെങ്കിൽ റാൻഡം ആക്സസ് മെത്തേഡ് ആണോ യൂസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. Multiple access technique assign dedicated channels to multiple users through bandwidth division. ഡെഡിക്കേറ്റഡ് ചാനൽസ് മൾട്ടിപ്പിൾ യൂസേഴ്സിന് അസൈൻ ചെയ്യുന്നത് ബാൻഡ്വിഡ്ത്ത് ഡിവിഷനിലൂടെയാണ്. ഈ ഒരു ഡിവിഷൻ ഓഫ് സ്പെക്ട്രം ഇൻക്ലൂഡ് ഫ്രീക്വൻസി ഡിവിഷൻ FDMA, ടൈം ഡിവിഷൻ TDMA, കോഡ് ഡിവിഷൻ CDMA ആൻഡ് കോമ്പിനേഷൻ ഓഫ് ദീസ് മെത്തേഡ്. FDMAയിൽ ടോട്ടൽ സിസ്റ്റം ബാൻഡ്വിഡ്ത്ത് ഓർത്തോഗോണൽ ചാനൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ ഓർത്തോഗോണൽ ചാനൽസ് എന്ന് പറഞ്ഞാൽ നോൺ ഓവർലാപ്പിംഗ് ഇൻ ഫ്രീക്വൻസി ആൻഡ് ആർ അലോക്കേറ്റഡ് ടു ഡിഫറെൻറ്റ് യൂസേഴ്സ്. ഇൻ TDMA, time is divided into non-overlapping time slot that are allocated to different users. CDMAയിൽ time and bandwidth are simultaneously used by different users, modulated by orthogonal or semi-orthogonal spreading codes. ഓർത്തോഗോണൽ സ്പ്രെഡിംഗ് കോഡ്സ് വെച്ചിട്ട് റിസീവറിന് അതിന് വേണ്ട സിഗ്നൽസിനെ അതർ CDMAന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും വിത്ത് നോ റെസിഡ്വൽ ഇൻ്റർഫെറൻസ് ബിറ്റ്വീൻ യൂസേഴ്സ്. ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് ഓർത്തോഗോണൽ സ്പ്രെഡിംഗ് കോഡ്സ് എക്സിസ്റ്റ് ഫോർ എനി ഗിവൺ സിഗ്നൽ ബാൻഡ്വിഡ്ത്ത്. സെമി ഓർത്തോഗോണൽ സ്പ്രെഡിംഗ് കോഡ്സ് വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സിഗ്നൽസ് ഡിഫറെൻറ്റ് യൂസേഴ്സിൻ്റെ ഇടയിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ യൂസേഴ്സിൻ്റെ ഇടയിൽ ഒരു കുറച്ച് ഇൻ്റർഫറൻസ് റിമൈനിങ് ആയിട്ടുണ്ടാവും. There is no hard limit on how many semi-orthogonal codes exist within a given signal bandwidth, and this property is called soft capacity. ഒരു ഗിവൺ സിഗ്നൽ ബാൻഡ്വിഡ്ത്തിൽ എത്ര സെമി ഓർത്തോഗോണൽ കോഡ്സ് എക്സിസ്റ്റ് ചെയ്യാന്നുള്ളതിൽ ഒരു ഹാർഡ് ലിമിറ്റ് ഇല്ല. ഈ ഒരു പ്രോപ്പർട്ടീനാണ് സോഫ്റ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ആക്സസ് ടെക്നിക്സിന്റെ കൂട്ടത്തിൽ ലീസ്റ്റ് കോംപ്ലക്സ് ആയിട്ടുള്ളത് FDMA ആണ്. TDMA FDMAനേക്കാൾ കുറച്ചും കൂടെ കോംപ്ലക്സ് ആണ്, കാരണം ഇറ്റ് റിക്വയർ ടൈമിംഗ് സിങ്ക്രണൈസേഷൻ എമംഗ് ഓൾ യൂസേഴ്സ്.
In addition, orthogonality of users in TDMA is significantly degraded by ISI, since a signal transmitted in one time slot will interfere with subsequent time slot due to the multipath delay spread. മൾട്ടിപ്പിൾ ആക്സസ് സ്കീമിലെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ട് വരുന്നത് സെമി ഓർത്തോഗോണൽ CDMA ആണ്. Due to the inherent complexity of spread spectrum in general and additional complexity of separating out different semi-orthogonal CDMA users. TDMAയിലും FDMAയിലും ഒരു given bandwidth ഷെയർ ചെയ്യുന്ന നമ്പർ ഓഫ് യൂസേഴ്സിന് ഒരു ഹാർഡ് ലിമിറ്റ് ഉണ്ട്. കാരണം ഇതിൽ channel is divided into orthogonal time or frequency slot, each of which can support only one user. Orthogonal CDMA also have this hard limit. Orthogonal CDMAക്കും ഈ ഒരു ഹാർഡ് ലിമിറ്റ് ഉണ്ട്. FDMAക്കും TDMAക്കും ഹാർഡ് ലിമിറ്റ് ഉണ്ട്. പക്ഷെ സെമി ഓർത്തോഗോണൽ CDMA has advantage of soft capacity. There is no absolute time limit on number of users. Semi-orthogonal codes interfere with one another. The performance of all users degrade as the number of users in the system increase. Number of users കൂടുന്ന സമയത്ത് performance കുറയും. Other CDMA ന്ന് വരുന്ന interference കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് smart antennas, interference cancellation and multi-user detection ഈ മൂന്ന് മെത്തേഡ്സ് ഇതുപോലത്തെ ടെക്നിക്സ് യൂസ് ചെയ്യാം. These techniques significantly increases the complexity of the system and exhibit poor practice. ഈ ഒരു ടെക്നിക്സ് യൂസ് ചെയ്യുന്ന സമയത്ത് സിസ്റ്റത്തിന്റെ കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും, ഒരു പുവർ പ്രാക്ടീസ് എക്സിബിറ്റ് ചെയ്യുകയും ചെയ്യും. ഡെഡിക്കേറ്റഡ് ചാനൽ ആക്സസ് പ്രൊവൈഡ് ചെയ്യാത്ത സമയത്ത്, ചാനൽ ആക്സസ് ഗ്യാരണ്ടീഡ് അല്ലാത്ത സമയത്ത് നമുക്കൊരു റാൻഡം ആക്സസ് പ്രോട്ടോകോൾ റിക്വയർഡ് ആണ്. ഈ ഒരു റാൻഡം ആക്സസ് പ്രോട്ടോകോൾ is based on packetized data transmission and typically falls under two category. റാൻഡം ആക്സസ് പ്രോട്ടോകോൾ മെയിനായിട്ട് രണ്ട് കാറ്റഗറിയാണ്. ഒന്ന് അലോഹ ടെക്നിക് ആൻഡ് റിസർവേഷൻ ഓർ ഡിമാൻഡ് അസൈൻമെന്റ് പ്രോട്ടോകോൾ. പ്യുവർ അലോഹ ടെക്നിക്കിൽ എപ്പോഴൊക്കെ ഡാറ്റ അവൈലബിൾ ആണോ അപ്പോഴൊക്കെ ട്രാൻസ്മിറ്റർ ചാനലിലൂടെ ഡാറ്റ പാക്കറ്റ്സ് സെൻഡ് ചെയ്യും. ദിസ് ലീഡ്സ് ടു ലാർജ് നമ്പർ ഓഫ് ഡാറ്റ കൊളീഷൻ അറ്റ് ദ റിസീവർ. ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള ടൈമിലൊക്കെ ഡാറ്റ സെൻഡ് ചെയ്യുന്നതുകൊണ്ട് റിസീവറിന്റെ സൈഡിൽ ഡാറ്റാസ് എല്ലാം കൂടെ കൊളീഷൻ നടക്കും. രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പാക്കറ്റ്സ് ഒരേ സമയത്ത് റിസീവറിൽ എത്തുകയാണെങ്കിൽ കൊളീഷൻ നടക്കും. അപ്പം ഇങ്ങനെ ഒരു കൊളീഷൻ നടക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ പാക്കറ്റ്സ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റൂല. പാക്കറ്റ്സ് ദാറ്റ് കൊളൈഡ് മസ്റ്റ് ബി റീസെൻഡ് അറ്റ് എ ലേറ്റർ ടൈം. ഈ ഒരു കൊളൈഡ് ചെയ്ത ഡാറ്റാസ് നമ്മൾ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് പിന്നെയും റീസെൻഡ് ചെയ്യേണ്ടി വരും. ദ ത്രൂപുട്ട് ഓഫ് an അലോഹ ചാനൽ defined as the rate at which packets are correctly received is low due to the high probability of collision. Throughput of an Aloha channel എന്ന് പറഞ്ഞാൽ rate at which packets are correctly received. കറക്റ്റ് ആയിട്ട് റിസീവ് ചെയ്യുന്ന പാക്കറ്റ്സിന്റെ റേറ്റ് ആണ് ത്രൂ ഔട്ട്പുട്ട് ഓഫ് അലോഹ ചാനൽ എന്ന് പറഞ്ഞാൽ. ഈ ഒരു കൊളീഷന്റെ പ്രോബബിലിറ്റി കൂടുതലായതുകൊണ്ട് ഈ ഒരു ത്രൂപുട്ട് ഓഫ് അലോഹ ചാനൽ കുറവായിരിക്കും. Under standard assumption, the maximum throughput in an Aloha channel is 80% of the channel data rate. Pure Alohaന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ് slotted Aloha. Although slotted Aloha roughly doubles the maximum throughput relative to pure Aloha, this throughput is still insufficient to support bandwidth sharing among more than a handful of high-speed users. The number of collision in Aloha can be reduced by capture effect. ഈ ഒരു അലോഹയിൽ വരുന്ന നമ്പർ ഓഫ് കൊളീഷന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് capture effect യൂസ് ചെയ്യാം. Due to power fall off with distance of the transmitted signal, packet transmitted from a mobile that is far from the receiver typically causes just a small amount of interference to a packet transmitted from a closer location.
so that despite a collision between these packets, the latter packet can be captured, that is received without error. ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിന്റെ പവർ കുറയും. അപ്പം നമ്മൾ അടുത്തുള്ള മൊബൈലിലേക്ക് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിനേക്കാൾ കൊളീഷന് ദൂരെയുള്ളതിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പം കുറവായിരിക്കും. ദൂരെയുള്ളത് കുറേ എണ്ണത്തിന്റെ പവർ കുറയുന്നതുകൊണ്ട് റിസീവർ സൈറ്റിൽ എത്തുന്ന സമയത്ത് ടൈം ഡിഫറൻസ് വരും. പക്ഷെ അടുത്താവുന്ന സമയത്ത് ആ ഒരു എല്ലാത്തിനെയും പെട്ടെന്ന് റിസീവർ സൈറ്റിൽ എത്തുമ്പം ഒരു കൊളീഷൻ നടക്കും. Spread spectrum can also be combined with aloha to reduce collision. Since when packet modulated with P and spreading sequences collide, they can be separated out by a spread spectrum receiver. Aloha with carrier sensing is often used in wired network to avoid packet collision. അപ്പം വയേർഡ് നെറ്റ്വർക്സിൽ അലോഹന്റെ കൂടെ ഒരു കാരിയർ സെൻസിങ് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പാക്കറ്റ് കൊളീഷന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കാരിയർ സെൻസിങ്ങിൽ ട്രാൻസ്മിഷന് മുന്നേ ട്രാൻസ്മിറ്റർ ചാനൽ ബിസി ആണോ അല്ലേന്ന് സെൻസ് ചെയ്യും. If so, then the transmission is delayed until the channel is free. ഈ കാരിയർ സെൻസിങ് ചാനൽ ബിസി ആണോ അല്ലേന്ന് സെൻസ് ചെയ്തിട്ട് ഇപ്പം ബിസി ആണെങ്കിൽ ആ ഒരു ട്രാൻസ്മിഷന് ചാനൽ ഫ്രീ ആവുന്നവരെ ഡിലേ ചെയ്യും. Carrier sensing and collision detection are not very effective in wireless channel. The current generation of wireless LANs use collision avoidance. ഈ ഒരു കാരിയർ സെൻസിങ്ങും കൊളീഷൻ ഡിറ്റക്ഷനും വയർഡ് നെറ്റ്വർക്സിൽ മാത്രമേ എഫക്റ്റീവ് ആയിരിക്കുള്ളൂ. വയർലെസ് നെറ്റ്വർക്സിൽ അത്ര എഫക്റ്റീവ് ആയിരിക്കില്ല. ഈ ഒരു കറന്റ് ജനറേഷനിലുള്ള വയർലെസ് ലാൻഡ്സിലൊക്കെ collision avoidance ആണ് യൂസ് ചെയ്യുന്നത്. In collision avoidance, the receiver notifies all nearby transmitter when it is receiving a packet by broadcasting a busy tone. Collision avoidanceൽ റിസീവർ എല്ലാ അടുത്തുള്ള ട്രാൻസ്മിറ്റേഴ്സിനൊക്കെ ഒരു പാക്കറ്റ്സ് റിസീവ് ചെയ്യുന്ന സമയത്ത് ഒരു ബിസി ടോൺ ബ്രോഡ്കാസ്റ്റ് ചെയ്യും. Collision avoidance significantly increased the throughput of Aloha and is currently a part of several wireless LAN standards. ഈ ഒരു collision avoidance അലോഹന്റെ ത്രൂപുട്ട് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. വയർലെസ് ലാൻ ഒരുവിധം എല്ലാ വയർലെസ് ലാൻഡ്സിലും യൂസ് ചെയ്യുന്നുണ്ട്. Reservation protocol assign channel to users on demand through a dedicated reservation channel. Packet reservation multiple access is a relatively new random access technique that combines the advantages of reservation protocol and Aloha. PRMA അതായത് പാക്കറ്റ് റിസർവേഷൻ മൾട്ടിപ്പിൾ ആക്സസ് എന്ന് പറയുന്നത് റിസർവേഷൻ പ്രോട്ടോക്കോളിന്റെയും അലോഹന്റെയും ഒരു കോമ്പിനേഷൻ വരുന്ന ഒരു പുതിയ റാൻഡം ആക്സസ് ടെക്നിക്കാണ്. In PRMA, time is slotted and the time slots are organized into frames with n time slots per frame. Once a packet is successfully transmitted in a time slot, the time slot is reserved for that user in each subsequent frame as long as the user has packet to transmit. When the user stops transmitting packets in the reserved slots, the reservation is forfeited and the user must again content for free time slots and subsequent packet transmission. PRMA is well suited to multimedia traffic with a mix of voice traffic and data. All random access protocols require packet acknowledgement to guarantee successful reception of packet. If a packet is not acknowledged with some predetermined time window, then the window is retransmitted. Network design ൽ നമ്മൾ architecture ആണ് നോക്കുന്നത്. There are mainly 3 types of architecture. First one, star topology അല്ലെങ്കിൽ central hub topology, ad hoc or peer-to-peer structure, and hierarchical or tree structure.
ഇതിൽ ഫസ്റ്റത്തത് ഹൈറാർക്കിക്കൽ സ്ട്രക്ചറിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം ആണ്. നെക്സ്റ്റ് വൺ സ്റ്റാർ സ്ട്രക്ചറിന്റെ ബ്ലോക്ക് ഡയഗ്രം. ഇത് പിയർ ടു പിയർ സ്ട്രക്ചറിന്റെ ബ്ലോക്ക് ഡയഗ്രം. ഒരു റേഞ്ച് ഓഫ് കവറേജ് റീജിയനിൽ പരന്നു കിടക്കുന്ന വയർലെസ് നെറ്റ്വർക്കിലാണ് നമ്മൾ ഹൈറാർക്കിക്കൽ നെറ്റ്വർക്ക് ആർക്കിടെക്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. ഫിഗറിൽ കാണിക്കുന്ന പോലെ ഒരു ഗിവൺ ഏരിയയിൽ ഉള്ള വയർലെസ് നെറ്റ്വർക്കിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഫിഗറിൽ കാണിക്കുന്ന പോലെ ലോവസ്റ്റ് ലെവൽ ഓഫ് ഹൈറാർക്കി കൺസിസ്റ്റ് ഓഫ് ഇൻഡോർ സിസ്റ്റം വിത്ത് സ്മോൾ കവറേജ്. അതായത് ലോവസ്റ്റ് ലെവലിൽ ഒരു സ്മോൾ കവറേജ് ഏരിയ ആയിരിക്കും. അടുത്ത ലെവലിൽ എത്തുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെല്ലുലാർ സിസ്റ്റം കവറിങ് എ സിറ്റി. ഒരു സിറ്റിയുടെ ആ ഒരു ഏരിയ ഒരു സിറ്റി മൊത്തവും. അടുത്ത ലെവലിലേക്ക് കയറുമ്പോൾ അത് റീജിയണൽ അല്ലെങ്കിൽ ഗ്ലോബൽ കവറേജിലാവും. ഓരോ ലെവൽ കൂടുന്നതിനനുസരിച്ച് ഒരു കവറേജ് ഏരിയയും കൂടും. Since the coverage region define a natural hierarchy of all over network, a hierarchical network architecture along with protocol for routing and identifying user locations are well suited to this type of system. In peer-to-peer architecture, the nodes self-configure into an integrated network using distributed control, and the connection between any two nodes in the network consists of one or more peer-to-peer communication link. ഡിസ്ട്രിബ്യൂട്ടഡ് കൺട്രോൾ യൂസ് ചെയ്തിട്ട് ഓരോ നോഡ്സും ഇൻ്റഗ്രേറ്റഡ് നെറ്റ്വർക്ക് ആയിട്ട് സ്വയം അറേഞ്ച് ചെയ്യപ്പെടും. ആൻഡ് ഈ രണ്ട് നോഡ്സിൻ്റെ ഇടയിലുള്ള കണക്ഷന് ഓരോ നോഡ്സിൻ്റെ ഇടയിലുള്ള കണക്ഷന് കൺസിസ്റ്റ് ഓഫ് വൺ ഓർ മോർ പിയർ ടു പിയർ കമ്മ്യൂണിക്കേഷൻ ലിങ്ക്. ഓരോന്നിനും ഒന്നിലോ അതിൽ കൂടുതലോ പിയർ ടു പിയർ കമ്മ്യൂണിക്കേഷൻ ലിങ്ക്സ് ഉണ്ടാവും. In a star architecture, communication flows from network nodes to a central hub over one set of channels and from the hub to nodes over a separate set of channels. Nodes in the central hub nodes ഒരു സെറ്റ് ഓഫ് ചാനൽസിലൂടെ നെറ്റ്വർക്ക് നോഡ്സ് നിന്ന് സെൻട്രൽ ഹബിലേക്ക് കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യും. പിന്നെ ഹബ് നിന്ന് നോഡ്സിലേക്ക് ഒരു സെപ്പറേറ്റ് സെറ്റ് ഓഫ് ചാനലിലൂടെ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യും. The choice of peer-to-peer or star network architecture depend on many factors. Peer-to-peer ആർക്കിടെക്ചർ ആണോ അല്ലെങ്കിൽ സ്റ്റാർ നെറ്റ്വർക്ക് ആർക്കിടെക്ചർ ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചില ഫാക്ടേഴ്സ് ഉണ്ട്. Peer-to-peer architecture require no existing infrastructure, are easily reconfigurable and have no single points of failure. അപ്പം ഈ മൂന്ന് റീസൺസ് പിയർ ടു പിയർ ആർക്കിടെക്ചറിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പിയർ ടു പിയർ ആർക്കിടെക്ചർ ക്യാൻ യൂസ് മൾട്ടിപ്പിൾ ഹോപ്സ് ഫോർ ദി എൻഡ് ടു എൻഡ് കണക്ഷൻ. പിയർ ടു പിയർ ആർക്കിടെക്ചറിൽ നമുക്ക് മൾട്ടിപ്പിൾ ഹോപ്സ് യൂസ് ചെയ്യാം ഒരു എൻഡ് ടു എൻഡ് കണക്ഷന് വേണ്ടിയിട്ട്. ഇറ്റ് ഹാവ് അഡ്വാൻറ്റേജ് ഓഫ് എക്സ്റ്റെൻഡിങ് ദി നെറ്റ്വർക്ക് റേഞ്ച് ആൻഡ് ദി ഡിസ്അഡ്വാൻറ്റേജ് ദാറ്റ് ഇഫ് വൺ ഹോപ്പ് ഫെയിൽസ് ദി എൻറ്റയർ എൻഡ് ടു എൻഡ് കണക്ഷൻ ഇസ് ലോസ്റ്റ്. അപ്പം ഇതിൽ നമുക്ക് ഒരു നെറ്റ്വർക്ക് റേഞ്ച് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു അഡ്വാൻറ്റേജ് പിയർ ടു പിയർ ആർക്കിടെക്ചറിലുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു ഹോപ്പ് ഫെയിൽ ആയാൽ ആ ഒരു എൻറ്റയർ കണക്ഷൻ സിസ്റ്റം ലോസ്റ്റ് ആവും. This disadvantage is mitigated by the fact that each node may have connection to many other nodes. So there may be multiple ways to form an end-to-end connection with any other user. These advantages make the peer-to-peer architecture the architecture of the choice in military system. ഈ അഡ്വാൻറ്റേജസ് ഒക്കെ ഉള്ളതുകൊണ്ട് മിലിറ്ററി സിസ്റ്റത്തിൽ ഈ ഒരു പിയർ ടു പിയർ ആർക്കിടെക്ചർ ആണ് യൂസ് ചെയ്യുന്നത്. സ്റ്റാർ ആർക്കിടെക്ചറിൽ നെറ്റ്വർക്ക് നോഡിന്റെയും സെൻട്രൽ ഹബിന്റെ ഇടയിൽ ഒരു ഹോപ്പേ ഉള്ളൂ. പക്ഷെ ഇത് കൂടുതൽ പ്രെഡിക്റ്റബിളും റിലയബിളും ആയിരിക്കും. പക്ഷേ ഉള്ള പ്രശ്നം ഈ ഒരു കണക്ഷൻ വീക്ക് ആണെങ്കിൽ ഒരു ആൾട്ടർനേറ്റീവ് കണക്ഷൻ ഇല്ല.
A big advantage of star architecture is that they can use centralized control function at the hub for channel estimation, access, routing, and resource allocation. This centralized control usually results in a more efficient and reliable network, and for this reason, many commercial wireless networks use the star architecture. Common example of wireless system with peer-to-peer architecture include packet radio network and some wireless LAN. കോമൺ ആയിട്ട് പിയർ ടു പിയർ ആർക്കിടെക്ചർ യൂസ് ചെയ്യുന്ന വയർലെസ് സിസ്റ്റം എന്ന് പറയുന്നത് പാക്കറ്റ് റേഡിയോ നെറ്റ്വർക്കും ചില വയർലെസ് ലാൻസിലുമാണ്. സ്റ്റാർ ആർക്കിടെക്ചർ യൂസ് ചെയ്യുന്നത് സെല്ലുലാർ ആൻഡ് പേജിംഗ് സിസ്റ്റത്തിലാണ്. റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്തത് ജീൻ വാർലൻഡിന്റെ ഹൈ പെർഫോമൻസ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കും ഗൂഗിളും ആണ്.